ഹലോ ഗൈസ്, ഇന്ന് മെയ് 28 ചൊവ്വാഴ്ചയാണ്. ഭയങ്കര മഴ. ഇന്ന് ഓഫീസിൽ ഓഫീസിൽ പോയി ഭയങ്കര മഴ കാരണം ഈ ഓടയിലെയും ഡ്രെയിനേജൊക്കെ ഭയങ്കര ബ്ലോക്കായി കിടക്കുക. ബ്ലോക്ക് മീൻസ് ഈ വേസ്റ്റൊക്കെ കൊണ്ട് സ്റ്റക്കായി കിടക്കുന്നുണ്ട്. അവിടുത്തെ വെള്ളമെല്ലാം അവിടെ നിന്ന് ഇറങ്ങി അതിനകത്തൂടെ വെള്ളം ഒഴുകി പോകാതെ നേരെ മുങ്ങി റോഡിൽ വരും. അങ്ങനെയാണ് ഇൻഫോ പാർക്കും എല്ലാം മുങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് മാത്രമല്ല, ആ റോഡിലെ തന്നെ കട്ടറും കുഴിയെല്ലാം ചെളിയെല്ലാം കൂടെ ആയി അവിടെ എല്ലാം കൂടെ വെള്ളം നിന്ന് അവിടുന്ന് ആ വെള്ളം എല്ലാം കൂടെ ഒഴുകി വന്ന് ഞങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. ഇന്ന് ശരിക്കും നല്ല മഴ പെയ്തു. നല്ല മഴയായിരുന്നു രാവിലെ 8:30 തൊട്ട്. രാവിലെ 8:30 പെയ്യാൻ തുടങ്ങിയ മഴ തോന്നതേ ഇല്ല. മൊത്തം വെള്ളം നിറഞ്ഞൊഴുകി. എനിക്ക് അപ്പോഴേ തോന്നി രാവിലെ ഓഫീസിൽ വെള്ളം കയറുമെന്ന്. 2 വട്ടം ഓഫീസിൽ വെള്ളം കയറി. പിന്നെ കയറത്തില്ലെന്നൊരിതുണ്ടായിരുന്നു. ആ ഓടയിലോട്ട് ഡ്രെയിനേജിലോട്ടുള്ള ഹോളൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. പക്ഷേ കാര്യമില്ല, വീണ്ടും വെള്ളം കയറി. നല്ല രീതിക്ക് വെള്ളം കയറി. ആദ്യമേ 2 വട്ടം കയറിയതിൻ്റെ ഇരട്ടി വെള്ളം പൊങ്ങി. നല്ല രീതിയിൽ പൊങ്ങി. കുറച്ച് നേരം ഓഫീസിലിരുന്ന് വെള്ളം കയറത്തില്ലെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഒറ്റയടിക്ക് വെള്ളം ഷടേന്ന് പറഞ്ഞ് ഞങ്ങളിരിക്കുന്ന മറ്റേ ഡിസൈനിങ്ങിലാണ് ഞങ്ങളിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് നേരെ വെള്ളം അടിച്ച് കയറി. നല്ല ഒഴുക്കായിരുന്നു. ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, ഞാൻ ഇടാം, കാണിച്ചു തരാം. ഇപ്പോൾ ഈ അടുത്ത ആ വീഡിയോ വരും. അവിടെ പോകുന്നത് ഇവിടെ നല്ലപോലെ പൊങ്ങി കേട്ടോ. കിട്ടി ഗൈസ്, കണ്ട എല്ലാം ഊരി വിടുന്ന എന്തോ അഴുക്കുവെള്ളമായി. ഗൈസ്, മൊത്തം വെള്ളം മുങ്ങിയിരിക്കുകയാണ്. അയ്യോ, ഇപ്പൊ വീണേനെ. കഴിഞ്ഞ നടക്കി നിൽക്കുന്ന ഓണമില്ലല്ലോ. അവനെ ആത്മാർത്ഥമായ പണിക്കാരൻ. വെള്ളം കയറുമ്പോൾ പണിയെടുത്ത മണ്ടത്തി കാശ്. ആരാ കാശുള്ള ഉണ്ട്. ബൈക്കിന്റെ അവസ്ഥ കേട്ടല്ലേ. ബാത്റൂമിലെ വെള്ളമൊക്കെ പെട്ടെന്ന് വീട്ടിൽ പെട്രോളോ ആ വണ്ടിയുടെ ആയിരിക്കും. എൻ്റെ അമ്മയെ മുട്ട് വരെ പൊങ്ങി. എങ്ങനെ പോവാനാ ലൂയിസ്? നിങ്ങളിത് കാണണം. ഇത് കണ്ടോ? ഇതാണ് അവസ്ഥ. വെള്ളം പൊങ്ങുന്നുണ്ടോ? ഒരു നല്ല മഴ പെയ്തപ്പം മുട്ടിന് മേലെ വരെ വെള്ളം മുങ്ങിക്കുക. ഓഫീസൊക്കെ മുങ്ങി. എന്നാ ചെയ്യാനാ? ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നില്ല അറിയത്തില്ല. നോക്കട്ടെ.
പാമ്പൊന്നും കടിച്ചില്ലേ കൊള്ളാം. ഇതാണ് ഞാൻ അന്ന് കാണിച്ച ആ തോടല്ല വെള്ളം ഒഴുകി പോകുന്നത്, ഓടയിലോട്ട് വെള്ളം ഒഴുകി പോകുന്നത്. ഇത് കണ്ട, ഇത് നിറഞ്ഞ അഴുക്കെല്ലാം ഇവിടെ ഒഴുകി ഈ ഓടയ്ക്കകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതാണ്, അഴുക്കെല്ലാം കൂടെ കെട്ടി നിൽക്കുന്നതാണ് ഇത്രയും വെള്ളം പൊങ്ങാൻ കാരണം. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇവിടം വരെ വന്ന് എങ്ങനെയൊക്കെയോ വന്നു ഓഫീസിൽ നിന്ന്. ഇനി അവിടം വരെ പോകണം. ഇതുണ്ടോ, ഇവിടെ കെട്ടി നിറഞ്ഞ് പൊങ്ങി വെള്ളം. ഇതാണ് വിഷയം. എങ്ങനെയും അപ്പുറത്തെത്തട്ടെ. ഇത് കണ്ട, ഇൻഫോ പാർക്കിന് പുറകിലോട്ടുള്ള ഗേറ്റ്, പുറകിലോട്ടുള്ള ഗേറ്റിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഇൻഫോ പാർക്കിലോട്ട് വരുന്ന വഴി എല്ലാം റോഡെല്ലാം കുത്തിപ്പൊളിച്ച് പന്നലാക്കിയിട്ടൊക്കെയാണ്. അവിടെ നിന്നുള്ള വെള്ളം എല്ലാം കൂടെ ഒറ്റയടിക്ക് ഇങ്ങോട്ട് ഒഴുകി വരിക. അവിടെ നിന്ന് ഒഴുകി വരിക വെള്ളം. കണ്ടോ, അവിടെ നിന്നെല്ലാം ഒഴുകിയോണ്ട് ഇങ്ങോട്ടാണ് വരുന്നത്. കണ്ട, ഇവിടെ നിന്നാണ് ഈ ഗേറ്റിൻ്റെ ഇൻഫ്രാ പാർക്കിൻ്റെ ഗേറ്റിൽ നിന്നാണ് ഉള്ളിലോട്ട് വെള്ളം കയറുന്നത് മൊത്തം. ഇവിടുന്ന് ഒഴുകി വെള്ളം എല്ലാം കൂടെ കയറി ഇവിടുന്ന് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓടയുടെ മണ്ടയ്ക്ക് ഇവിടെ വടിയൊക്കെ വെച്ച് കുത്തി വേണം വരാൻ. എപ്പോഴാണ് വീഴുന്നതെന്നോ കുഴിയെന്നോ ഒന്നും അറിയാൻ പറ്റത്തില്ല. ആ അവസ്ഥയാണ്. വണ്ടിയൊന്നും ലിറ്ററിൽ നീങ്ങുന്ന പോലും ഇല്ല. വെള്ളം കയറിയിട്ട് വണ്ടിയൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഈ ഇൻഫോ പാർക്കിന് ഫ്രണ്ടിൽ ബ്ലോക്കായി കിടക്കും മൊത്തം. വണ്ടിയൊന്നും അനങ്ങുന്നില്ല. കണ്ടല്ലോ, ഈ വീഡിയോ ആണ്. അപ്പോൾ നല്ല രീതിക്ക് ഒഴുക്കൊക്കെ ഉണ്ട്, ഒരു രക്ഷയില്ല. അങ്ങനെ അവിടുന്ന് എല്ലാം കമ്പ്യൂട്ടറും സിസ്റ്റവും എല്ലാം ഓഫാക്കി ലാപ്പൊക്കെ എടുത്ത് വെച്ച് കറണ്ടെല്ലാം ഓഫാക്കിയ കാരണം എർത്ത് വല്ലതും വരുന്നുണ്ടെങ്കിൽ അടിക്കേണ്ടതോ അങ്ങനെ വെച്ചിട്ടാണ് എല്ലാം ഓഫാക്കി അവിടുന്ന് ഇറങ്ങി. മുട്ടോളം പൊക്കത്തിൽ വെള്ളം ഉണ്ടായിരുന്നു, മുട്ടിൻ്റെ മുകളിൽ വരെ വെള്ളം ഉണ്ടായിരുന്നു. പാമ്പ് വഴുതരയൊക്കെയോ എന്തെങ്കിലും കയറിയാൽ പോലും അറിയത്തില്ല. വന്ന പാടെ എനിക്കറിയാം. അവിടുന്ന് നേരെ ഇറങ്ങി റെയിൻകോട്ടൊക്കെ ഇട്ട് ഇറങ്ങി വെള്ളത്തിനകത്തൂടെ റൈറ്റ് സൈഡിൽ ഡ്രെയിനേജിൻ്റെ ഓടയുടെ ഇത് കിടപ്പുണ്ടായിരുന്നു. അതിൻ്റെ മണ്ടയ്ക്ക് കൂടെ നടന്നേക്ക് പോരുന്നു. എങ്ങനെയൊക്കെയോ വന്ന് ഞാൻ വീഡിയോ ഒക്കെ അത് കാണിക്കാം. ഇത് കാരണം ഇത് ഡ്രെയിനേജൊക്കെ വേസ്റ്റൊക്കെ അടിഞ്ഞ് ബ്ലോക്കായി കിടക്കുന്നതിൻ്റെ കാരണമാണ്. അതുകൊണ്ടാണ് ഈ വെള്ളമൊക്കെ പൊങ്ങുന്നതും ഇൻഫോ പാർക്ക് പൊങ്ങുന്നതൊക്കെ. അവിടുന്ന് നേരെ വന്ന വഴിയാണ്. നേരെ വന്ന് കാലൊക്കെ നല്ലപോലെ കഴുകി ദേഹമൊക്കെ കഴുകി ഇപ്പോൾ നേരെ പടം വരയ്ക്കാനിരുന്നു. കുറേ നേരം കുറച്ച് വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഓഫീസിൽ ഊണ് പറയാം. ഞങ്ങൾ കുടുംബശ്രീക്കാരുടെ ഊണുണ്ട്. കുടുംബശ്രീക്കാരുടെ ഊണ് ഞാനും ഒരെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വന്നു. അതാണ് ഉച്ചയ്ക്ക് കഴിച്ചത്. കറിയൊന്നുമില്ല, അതുകൊണ്ട് പകുതിയേ കഴിച്ചുള്ളൂ. വൈകിട്ട് എന്തെങ്കിലും മേടിച്ച് കഴിക്കാം, അങ്ങനത്തെ രീതിയിലാണ്. അപ്പം ഇവിടെ വന്നിരുന്നു, പടം വരയ്ക്കാനിരുന്നു. ചോറുണ്ടിട്ട് പടം വരയ്ക്കാനിരുന്നു. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഇന്നലെ രാത്രി പടം വരച്ചുകൊണ്ടിരുന്നപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിയതാണ്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ സംസാരിക്കാൻ കുറച്ച് പാടാം എന്ന് വെച്ചാൽ അപ്പം ജനൽ അടച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്ന് മഴയും കാറ്റൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒറ്റയടിക്ക് ജനൽ തുറന്നു പോയി. ജനൽ തുറന്ന് അതിനകത്ത് വെള്ളമെല്ലാം അടിച്ച് നേരെ പേപ്പറിനകത്ത് വന്ന് വീണ്. കാണിക്കാം. നേരെ പേപ്പറിനകത്ത് വന്ന് വീണ് ഞാൻ ശരിക്കും പേടിച്ചു പോയി. അത്രയും വരച്ചത് കുളമായി പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ നല്ല പേപ്പറായതുകൊണ്ട് തുണി വെച്ച് തുടച്ച് കളഞ്ഞ്. പിന്നെ കുഴപ്പമില്ല. പിന്നെ ഞാൻ ഇന്നലെ വരച്ചില്ല. പിന്നെ ഇപ്പോഴാണ് വരയ്ക്കാനിരിക്കുന്നത്. അപ്പോൾ വരച്ചത് ഞാൻ കാണിക്കാം. കണ്ടോ ഗെയ്സ്, ഇത്രയാണ് ഞാൻ വരച്ചത്. ഇനിയും ബാക്കി വരയ്ക്കാനുണ്ട്. നമ്മൾ അടിപൊളിയായിട്ട് വരച്ച് കംപ്ലീറ്റ് ആക്കി കൊടുത്തിരിക്കും. ബാക്കി ഇനി വരയ്ക്കട്ടെ. ഓക്കെ, ഇത്രയാണ് നമ്മൾ വരച്ചത്. ഇനി ബാക്കി വരയ്ക്കാം. ഓക്കെ, ബാക്കി വരച്ചിട്ട് വീഡിയോ ഇടാം. റീൽ ഇടുന്നുണ്ട്, ഷോർട്സ് ഇടുന്നുണ്ട്, എല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ ഇന്ന് റൂമിൽ തന്നെയാണ്. നാളെ ഇനി ജോലി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. നാളെ ജോലി ഇല്ലെങ്കിൽ ഇരുന്ന് വരയ്ക്കും.
ഇനിയും ജോലിയൊക്കെ ഇനി ഹോസ്റ്റലിലോട്ടാക്കാൻ പോകാമെന്നൊക്കെ പറയുന്നു. സിസ്റ്റമൊക്കെ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് ഇവിടെ ആയിരിക്കും മിക്കവാറും. നോക്കാം. അപ്പം ഓക്കെ ബൈ. ബാക്കി ബ്ലോഗ് എടുക്കാം. വരച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണിക്കാം, എത്രയും വരച്ചെന്ന് കാണിക്കാം. അപ്പോൾ സമയം 3 മണിയായിരിക്കുകയാണ്. ഇത്രയും വരച്ചു, കുറച്ച് വരച്ചു. ബാക്കി ഇനി വൈകുന്നേരമോ രാത്രിയിലോ എല്ലാം വരയ്ക്കാം. മൊത്തം വരച്ച് ശരിയാകത്തില്ല. ഇനി പോയി റെസ്റ്റ് എടുക്കാം. ഇപ്പോൾ റെസ്റ്റ് എടുത്തിട്ട് രാത്രി വരയ്ക്കാം. ഓക്കെ, ഞാൻ വരച്ചത് കാണിക്കാം. ഇപ്പം നല്ല മഴക്കുളൊക്കെ ഉണ്ട്. മഴ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് തോന്നിക്കുക. എല്ലാം കാണിക്കാം. വെയിറ്റ്. ഇത്ര ആക്കിയിട്ടുണ്ട് നമ്മൾ പടം. ബാക്കിയോടെ ഇനി വരയ്ക്കണം. ഓക്കെ, റെഡിയാക്കും നമ്മൾ.